ഏതെങ്കിലും ഒരു ഫോട്ടോ കൊണ്ടുവന്നിട്ട് ഒരു പടം കൊണ്ടുവന്നിട്ട് ഇവരെ നിങ്ങൾ ആരാധിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കേരളമാണെന്നേ, ഇവിടെ അങ്ങനെയൊന്നും നടക്കില്ല. ഇത് പിണറായി വിജയൻ ഭരിക്കുന്ന സംസ്ഥാനമാണ്, ഇവിടെ കോൺഗ്രസ് ഭരിച്ചിട്ടുള്ള സംസ്ഥാനമാണ്, ഇവിടെ ജനാധിപത്യമുള്ള സംസ്ഥാനമാണ്, ഇവിടെ ജനങ്ങൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒറ്റക്കെട്ടായി ഈ പറയുന്ന ഉരുൾ പൊട്ടുമ്പോൾ പോയിട്ട് പണിയെടുക്കുന്ന സംസ്ഥാനമാണ്. അവിടെ വന്ന് ജനങ്ങളെ അവിടെ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ നോക്കിയിട്ടല്ല എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ എടുത്ത് നോക്കുന്നത് അങ്ങനെയല്ല. ഇവരുടെ എല്ലാം ചോരയുടെ നിറം ഒന്ന് തന്നെയാണ്. നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. ഒരു ചാൻസലറായ ഗവർണർ പഠിപ്പിക്കുന്നതാണോ? അദ്ദേഹമാണ് തലവൻ. ഇദ്ദേഹം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതിന് ഉയർന്നു വരേണ്ട ശബ്ദം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ശബ്ദമാണ്. ആ വിദ്യാർത്ഥികളുടെ ശബ്ദമാണ് SFIയിലൂടെ കണ്ടത്. അത് തകർക്കുക എന്നുള്ളതാണ് SFIൻ്റെയും കേരളത്തിലെ ഓരോ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും അടിസ്ഥാനമായിട്ടുള്ള കാര്യമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കേരളത്തിൽ ഇതുപോലുള്ള ഒരു അഭ്യാസവും നടക്കില്ല. ഈ അഭ്യാസം നടത്താൻ വന്ന ഗവർണർമാരും ഒക്കെ മുന്നിൽ അവസാനം വരെ പോരാടി അവസാനം മറ്റുള്ള സംസ്ഥാനത്തേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എത്രയോ സംസ്ഥാനങ്ങൾ കണ്ടു. എനിക്ക് ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പുതിയതായിട്ട് വന്നപ്പോൾ പറഞ്ഞാൽ എന്താ അറിയോ, ഇനി ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വികസനമായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നന്നായി, ഈ പാർട്ടി നന്നായി, ഇനി കേരളം രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു വികസനം കാണുന്നില്ലല്ലോ. വന്നിട്ട് 4-5 മാസമായില്ലേ, എന്തെങ്കിലും വികസനം കണ്ടോ? നമ്മൾ ചർച്ച ചെയ്യുന്നത് കണ്ടോ? ഒന്നും ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ഒരു സൈഡിൽ കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഈ പറയുന്ന വർഗീയത കടത്തിവിടുകയും വർഗീയതയിൽ ചോട്ട് നേടാൻ പറ്റും. എത്ര നാളായി ഇതിനുവേണ്ടി ശ്രമിക്കുന്നു? കേരളത്തിൽ നടക്കുന്നുണ്ടോ? ഒരു സീറ്റ് ഇത് വെച്ച് നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു സീറ്റ്